അതെ, ജലം അമൂല്യമാണ്. പക്ഷെ അത് മലിനമാണെങ്കിലോ? വെള്ളത്തിന്റെ രുചി വ്യത്യാസം, നിറവ്യത്യാസം, ഇരുമ്പിന്റെ അംശം, ക്ലോറിൻ, ചെളി ഇവയെല്ലാം വിട്ടുമാറാത്ത രോഗങ്ങൾ, മുടികൊഴിച്ചിൽ തുടങ്ങി അനേകം രോഗങ്ങൾക്ക് കാരണമാകുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. കൂടാതെ അടുക്കളയ്ക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്ത പ്യൂരിഫയറും ലഭ്യമാണ്. അക്വാസ് ഫ്ലാഷ്, ഇനി ഓരോ ഡ്രോപ്പും ക്രിസ്റ്റൽ ക്ലിയർ. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ, മെയിൻ റോഡ്, ചേലക്കര. മുള്ളൂർക്കര ഇരുന്നിലങ്കോട് മഹാദേവ ക്ഷേത്രത്തിൽ ഭക്തി നിർഭരമായ ചന്ദ്രപൊങ്കാല മഹോത്സവം നടന്നു. മേടമാസത്തിലെ പൗർണമി ദിവസം നടക്കുന്ന ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. അപൂർവ ക്ഷേത്രങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ചന്ദ്രപൊങ്കാല മഹോത്സവത്തിന് മുള്ളൂർക്കര ഇരുന്നിലങ്കോട് മഹാദേവ ക്ഷേത്രം വേദിയായി. മേടമാസത്തിലെ പൗർണമി നാളിൽ ഉദിച്ചുയരുന്ന ചന്ദ്രനെ തൊഴുതുവണങ്ങിയ ശേഷമാണ് വൈകിട്ട് 6 മണിക്ക് പൊങ്കാല ചടങ്ങുകൾ ആരംഭിച്ചത്. ക്ഷേത്രശാന്തിക്കാരൻ രാജീവ് പൂജ ചെയ്ത ഭദ്രദീപം ക്ഷേത്ര ഭാരവാഹികളുടെ നേതൃത്വത്തിൽ പൊങ്കാല സ്ഥലത്തെത്തിച്ചു. മുള്ളൂർക്കര UP സ്കൂൾ പ്രധാനാധ്യാപിക ശ്രീജ ശങ്കർ ഭദ്രദീപം തെളിയിച്ച് ഭണ്ഡാരടുപ്പിലേക്ക് തീ പകർന്നു. തുടർന്ന് 100 കണക്കിന് സ്ത്രീകൾ തയ്യാറാക്കിയ അടുപ്പുകളിലേക്ക് തീ പടർന്നതോടെ മുള്ളൂർക്കര പ്രദേശം നാമജപങ്ങളാൽ മുഖരിതമായി. മൺകുടുക്കയിൽ വെള്ളവും ഉണങ്ങലരിയും ഇട്ട് തിളപ്പിച്ച് ആദ്യം വരുന്ന പത പുറത്തേക്ക് ഒഴുകുന്നത് 1 വർഷത്തെ പാപങ്ങൾ കഴുകിക്കളയുമെന്നാണ് ഐതിഹ്യം. ശർക്കരയും നെയ്യും ചേർത്ത് തയ്യാറാക്കിയ പായസം നിവേദ്യത്തിന് ശേഷം ഭക്തർ വീടുകളിലേക്ക് കൊണ്ടുപോയി. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് PS രാഘവൻ, സെക്രട്ടറി MV ദേവദാസൻ, ട്രഷറർ VK ശിവദാസ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. എന്ന് തന്നെ നമ്മളൊക്കെ വീട്ടിലെത്തി കഴിഞ്ഞാൽ മഴ പെയ്യും. അല്ലെങ്കിൽ ഒരു ദിവസം കാത്തിരിക്കുക, നാളെ പെയ്യാതിരിക്കില്ല. അത് നിങ്ങളുടെ പ്രാർത്ഥന മാതിരിയിരിക്കും. കൂട്ടത്തോടു കൂടിയുള്ള ഒരു പ്രാർത്ഥന, അതിനൊരു വലിയ ശക്തിയാണ്. അത് അന്തരീക്ഷത്തിൽ മുഴങ്ങുമ്പോൾ ആ ശക്തി പുറത്തു വരും, അത് മഴയായിട്ട് വരും. അതുകൊണ്ട് എല്ലാവരും ജപിച്ചോളൂ. ആർക്കും മനസ്സമാധാനമില്ല, ആ മനസ്സമാധാനം കിട്ടാൻ ഇതേ വഴിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല. വീടുണ്ട്, ഭക്ഷണത്തിന് കുറവില്ല, വസ്ത്രത്തിന് കുറവില്ല, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ മനസ്സമാധാനം എവിടെയോ നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട മനസ്സമാധാനം നമുക്ക് വീണ്ടെടുക്കണം. നാമജപത്തിൽ കൂടി, മന്ത്രത്തിൽ കൂടി, ജപത്തിൽ കൂടി നമുക്കത് വീണ്ടെടുക്കാം. അതുകൊണ്ട് നിങ്ങളും ബാക്കിയുള്ളവരോടൊക്കെ പറയുക, ഇപ്രാവശ്യം ആൾ കുറച്ച് കുറവാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എന്താണ്, കടമാങ്കുളങ്ങര ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഭൂരിപക്ഷം ആൾക്കാരും അങ്ങോട്ട് പോയിരിക്കുകയാണ്. എങ്കിലും ഭഗവാന്റെ കരുണാകടാക്ഷം കൊണ്ട്, പാർവതീദേവിയുടെ കരുണാകടാക്ഷം കൊണ്ട് ഒരുവിധ ആൾക്കാരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് CCV.